അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാസികളായ ഒരുപാട് പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രവാസം കാരണം ഒന്നിച്ച് ജീവിക്കാനാവാതെ കഴിയുന്നവർ. അവരുടെ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒന്ന് മക്കളെ കാണാനോ തൻ്റെ ഭാര്യയുടെ കൂടെ ഒന്നിച്ചിരിക്കാനും സല്ലപിക്കാനും കഴിയാത്തവർ. ഒരുപാട് സഹോദരിമാർക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കുറച്ച് ദിവസമെങ്കിലും താമസിക്കാനും തൻ്റെ മക്കൾക്ക് ഉപ്പയൊന്ന് കാണാൻ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായ ഈ ദുആ ഒന്ന് ചൊല്ലി നോക്കുക. 100% എഫക്റ്റീവാണ്. ഒരുപാട് അനുഭവങ്ങൾ പലർക്കുമുണ്ട്. ഇത് ചൊല്ലി ഭർത്താവിൻ്റെ അടുത്തെത്തിയ ഒരുപാട് പേരുണ്ട്. ഇത് ചൊല്ലിയിട്ട് ഗൾഫിൽ പോകാൻ കഴിഞ്ഞ ഒരാളുടെ കമൻറ്റ് ഞാൻ വായിക്കാം. ഞാൻ ഇത് ഓതി എൻ്റെ ആഗ്രഹവും പൂവണിഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി മക്കയിലും മദീനയിലും പോകാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഷായിന് ശേഷം ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹ് ഒരു തവണ പാരായണം ചെയ്യുക. ഓതിക്കഴിഞ്ഞ ശേഷം യാ ഫത്താഹു യാ അള്ളാഹ്, വിജയം നൽകുന്നവൻ, തുറന്നു നൽകുവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു യാ അള്ളാഹ് എന്ന ഇസ്മ് 489 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ച് ദുആ ചെയ്യുക. 21 ദിവസം തുടർച്ചയായി ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് ഈ സമയത്ത് ഈ രൂപത്തിൽ ഓതിയാൽ 100% ആശകളും ആഗ്രഹങ്ങളും സഫലമാകും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. വിദേശത്ത് പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറും ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരിമാർക്കും തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. മക്കളുടെ കൂടെ സന്തോഷത്തോടെ അവിടെ പോകാൻ കഴിയട്ടെ. ഏതൊരു ഭർത്താവിനും ഏതൊരു ഭാര്യയ്ക്കും ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഇത്. എല്ലാവരും ചെയ്യുക. ആത്മാർത്ഥതയോടെ നടക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നടത്തിത്തരും.